മെസ്സി വരുമെന്ന പ്രഖ്യാപനത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ഒ.ജെ. ജനീഷ്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന മുൻ LDF സർക്കാരിന്റെയും സ്പോൺസറുടെയും വാഗ്ദാനത്തിലും അതിനു പിന്നിലെ സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ അന്വേഷണം വേണമെന്ന് കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. വിഷയത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ട് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയതാണെന്നും സർക്കാർ തലത്തിൽ കൂടുതൽ വിശദമായ ചർച്ച നടത്തിയ ശേഷം പറയാമെന്നും മന്ത്രി അറിയിച്ചു. ചില വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ബോധ്യമായിട്ടുണ്ട്. രാജ്യത്തെയും സംസ്ഥാനത്തെയും നിലവിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഏതൊരു പ്രമുഖ താരത്തിനും ഇവിടെ കളിക്കാനാകൂ. മുൻ നടപടികളിൽ സർക്കാർ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുൻ കായിക മന്ത്രിക്ക് വന്ന ഒരു ഇമെയിലിൽ നിന്നാണ് മെസ്സി വരുന്ന ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ ഇത്തരത്തിലാണോ ഒരു സർക്കാർ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്നത് എന്നതിൽ സംശയങ്ങളുണ്ട്. മെസ്സിയെ കൊണ്ടുവരിക എന്നതിലുപരി കേരളത്തിൽ നിന്ന് പുതിയ മെസ്സിമാരെ വാർത്തെടുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. മെസ്സിയെ കൊണ്ടുവരാനെന്ന പേരിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസർ പറയുന്നുണ്ടെങ്കിലും പണമടച്ചതിന്റെയോ ടീം അത് കൈപ്പറ്റിയതിൻ്റെയോ ഒരു രേഖയുമില്ല. വിദേശ നാണയ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പിന് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് കൈമാറിയത്. ഫുട്ബോളിനെ വൈകാരികമായി സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ LDF സർക്കാരും സ്പോൺസർ, റിപ്പോർട്ടർ, ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും വഞ്ചിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്.